കമ്മിറ്റഡ് ആണോ എന്നുള്ള കാര്യം ഗൈസ്. അപ്പോൾ അത് നമ്മൾ ഇന്നിപ്പോൾ റിവീൽ ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാവരും അറിയണം. അപ്പോൾ കുട്ടിയുടെ പിക്ക് ഞാൻ കാണിക്കാം ഗൈസ്. ഹേയ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അവർ ന്യൂ വീഡിയോ. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന പോലെ നമ്മുടെ Q&A സെക്ഷനാണ് ഗൈസ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റയിലും യൂട്യൂബിലും ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കമൻസ് എടുത്തിട്ടുണ്ട്. ഏറെക്കുറെ എല്ലാവരും എടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് തുടങ്ങിയാലോ. അപ്പം എല്ലാവരും ചോദിച്ച പോലെ തന്നെ ആയതുള്ള പറയുമ്പോൾ എൻ്റെ സ്ഥലം എവിടെയാണെന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് പോകാനായിട്ട് പറയാം. നമ്മുടെ സ്ഥലം വരുന്നത് കോട്ടയം ജില്ലയിൽ എരുമേലി മുക്കൂട്ടുതറ എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മുടെ സ്ഥലം വരുന്നത്. അപ്പം പിന്നെ വീട്ടിൽ പപ്പ, മമ്മി, ചേച്ചി, കൊച്ച്, അളിയൻ, പിന്നെ 2 ഡോഗ്സ് ഉണ്ട്, ഒരു ക്യാറ്റ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? എങ്ങനെയാ? അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മീൻസിയ ഷിബു എന്ന് പറഞ്ഞ ഐഡി നാട്ടോ മെസ്സേജ് വന്നേക്കുന്നത്. ചേട്ടൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്, നെയിം പറയുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നെയിം പറയാം. എൻ്റെ പേര് ഫസ്റ്റ് പറയാലോ. എൻ്റെ പേര് ഷെബിൻ ആഗ്നൽ എന്നാണ് എൻ്റെ റിയൽ നെയിം വരുന്നത്. നല്ല പേര്. പിന്നെ എനിക്ക് പപ്പായുടെ പേര് ആഗ്നൽ മാത്യു എന്നും എൻ്റെ മമ്മിയുടെ പേര് സുനി ആഗ്നൽ എന്നും ചേച്ചിയുടെ പേര് ചിഞ്ചു സാൽവിൻ. പിന്നെ അളിയനുണ്ട് സാൽവിൻ ജോൺ. ചേച്ചിയുടെ കൊച്ചുണ്ട് എമി മരിയ സാൽവിൻ എന്നാണ്. ഇത്ര ആൾക്കാരാണ് വീട്ടിലുള്ളത്. പിന്നെ 2 ഡോഗ്സ് ഉണ്ട്. ഒരാളുടെ പേര് ലുലു, ഒരാളുടെ പേര് ലക്കി, പിന്നെ ഒരു ക്യാറ്റ് ഉണ്ട്, അവിടെ പേര് ലിയ. ഇതാണ് ഞങ്ങളുടെ ഫാമിലി എന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ടുനടക്കുന്നത്. ഓക്കെ. അപ്പോൾ അടുത്ത് ആക്സ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് ഇൻസ്റ്റയിലാട്ടോ വന്നിരിക്കുന്നത്. എൻ്റെ ഏജ് എത്ര ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഏജ് വരുന്നത് 23 വയസ്സ്, 2003 വ്യക്തിയാണ് ഞാൻ. അപ്പോൾ 13/1/2003 അതാണ് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് ഗൈസ്. ഓക്കെ. അപ്പം നെക്സ്റ്റ്. അപ്പം ഗൈസ് അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അബി എന്ന് പറഞ്ഞൊരു ഐഡി കേട്ടോ. അബിയാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പം അബി ചോദിച്ചിട്ടുള്ളത് അമ്മയുടെ പേരെന്താണ്, അമ്മ കാണുന്ന ഡ്രസ്സുണ്ട്, അമ്മയുടെ പേരെന്താണെന്ന് വെച്ചിട്ട് അമ്മയുടെ പേര് സുനി എന്നാട്ടോ. അമ്മയുടെ പേര് സുനി എന്നാണ് വരുന്നത്. മമ്മി എവിടെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പം കേരള നാട്ടിലുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഗൈസ് അടുത്ത ക്വസ്റ്റ്യൻ വന്ന വിദ്യൻ എന്ന് പറഞ്ഞ ഐഡിയ നാട്ടോ മെസ്സേജ് വന്നേക്കുന്നത്. അതായത് ഇഷ്ടപ്പെട്ട സിംഗർ ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് സിംഗറായിട്ട് വരുന്നത് ഇപ്പം സിനിമയിലൊക്കെ പാടുന്ന അങ്ങനെ നോക്കുവാണെന്നുണ്ടെങ്കിൽ സിത്താര മാമാണ് എൻ്റെ ഫേവറേറ്റ് സിംഗറായിട്ട് വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിത്താര മാമിൻ്റെ പാട്ടും ഞങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അക്ബർ ഖാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിൽ. പിന്നെ അതല്ലാതെ കൊണ്ട് പബ്ലിക്ലി നല്ല രീതിയിൽ പാടുന്ന ഒരാൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ട് ഒരാളുണ്ട്. നമ്മുടെ നിതീഷ് എന്ന് പറയുന്ന പുള്ളിക്കാരനുണ്ട്. ഗിറ്റാറൊക്കെ ആയിട്ട് നമ്മുടെ മെട്രോയിലും പബ്ലിക് പ്ലേസിലൊക്കെ ആയിട്ട് വായിക്കുന്ന നിതീഷ് എന്നുള്ള പുള്ളിയുടെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാട്ടോ. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നെക്സ്റ്റ്. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് കാർത്തി എന്ന് പറഞ്ഞൊരു ഐഡിയ കേട്ടോ. നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് നമ്മുടെ എൻ്റെ ഫേവറേറ്റ് അതായത് സിംഗറല്ല, സോങ്, ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്, എത്ര കേട്ടാലും മതിയാകാത്ത സോങ് ഏതാണെന്നാണ് കാർത്തി ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ പാട്ടുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. എനിക്ക് പാട്ടാണ് എൻ്റെ മെയിൻ. ഈ പാട്ടില്ലാതുകൊണ്ട് എന്നെ കൊണ്ട് കഴിഞ്ഞു പോകാൻ പറ്റത്തില്ല. ഞാൻ കുറേ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പാട്ടാണ് മെയിൻ. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് എപ്പം ഇട്ടാലും ഞാൻ കേൾക്കും എന്നുള്ളൊരു ടൈപ്പ് സോങ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇതായിരിക്കും. നീല നീല മിഴിയേ ഉളിയമ്പിനേരുതേ. അതാണ് എൻ്റെ ഒരു ഫേവറേറ്റ് സോങ് ആയിട്ട് ഞാൻ ആക്ച്വലി കൊണ്ടു നടക്കുന്ന ഒരു സോങ്. പിന്നെ ഒരെണ്ണോടുണ്ട് നമ്മുടെ മറയുകില്ല ഏതു മണ്ണിലും. ആ ഒരു സാധനം കൂടെയാണ് ഞാൻ കൊണ്ടു നടക്കുന്നത് എൻ്റെ ഫേവറേറ്റ് സോങ് ആയിട്ട്. ഈ 2 ഉണ്ട് ഗൈസ്. അപ്പം ഗൈസ് അടുത്ത ക്വസ്റ്റ്യൻ ചിഞ്ചു ജോബി എന്ന് പറഞ്ഞ ഐഡിയ കേട്ടോ മെസ്സേജ് വന്നിരിക്കുന്നത്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നെ പേഴ്സണലി നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന, അതായത് എൻ്റെ സ്റ്റോറീസൊക്കെ പക്കായിട്ട് വാച്ച് ചെയ്യുന്ന ആൾക്കാരാണെന്ന് അറിയാം. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേര് ബിബിൻ എന്നാണ്. ആളുടെ പേര് വരുന്നത് ബിബിൻ എന്നാണ്. അപ്പം പുള്ളിക്കാരനാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, അതായത് എൻ്റെ കൊച്ചിലോട്ടുള്ള എൻ്റെ കൂട്ടുകാരൻ എന്നോട് പറയാം. എനിക്ക് ഓർമ്മ വെച്ചാൽ തൊട്ട് പുള്ളി എൻ്റെ കൂടെ ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് ആക്ച്വലി. അപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പുള്ളിയാണ്. അതായത് ഇൻസ്റ്റയിൽ നോട്ടിക്സ് 390 അടിച്ചോടുന്ന പുള്ളിക്കാരനായിട്ട് കിട്ടും. പിന്നെ ചിഞ്ചുവിനെ ചോദിച്ചിട്ടുള്ളൊരു ഫേവറേറ്റ് സോങ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് സോങ് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ നില നില വരെ, അത് ആ നീല നീല ആ പാട്ടാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ട് ഞാൻ കൊണ്ട് നടക്കാറുള്ളത്. അതാണ് മതിയല്ലോ. അതിൻ്റെ അപ്പുറം ഇമോഷണൽ സോങ് എനിക്ക് മൈൻഡ് കയറില്ല. എനിക്ക് അതാണ് എൻ്റെ ഫേവറേറ്റ് സോങ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഗൈസ് അടുത്ത ക്വസ്റ്റ്യൻ അനന്യയാണ്. അനന്യ ചോദിച്ചത് എൻ്റെ ഫീമെയിൽ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേരെന്താണ്. ഇപ്പം ആരുടെ പേര് വെറുതെ ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. കുറച്ച് ആൾക്കാരുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ കുറച്ച് ആൾക്കാരുണ്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സായിട്ട്. എൻ്റെ ഗ്യാങ് സെറ്റിലായിട്ട് കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനത്തെ ഒരാളാണ് ബിയ, പിന്നുള്ള അനീറ്റ, പിന്നുള്ള ദേവിക,
പിന്നെ അറിയാമല്ലോ അങ്ങനെ 1-2 ആൾക്കാരൊക്കെ ഉള്ളൂ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സായിട്ട് എൻ്റെ കൂടെ എല്ലാ കാര്യത്തിലും ഇങ്ങനെ പുഷ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന 1-2 ഇതൊക്കെയാണ് എൻ്റെ ഗേൾസിൽ ഉള്ള എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. അപ്പോൾ ഗൈസ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചുള്ള ആർദ്ര വി സാബു എന്ന് പറഞ്ഞ ഐഡി നാട്ടോ. എൻ്റെ ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എൻ്റെ ഫ്യൂച്ചർ പ്ലാൻ അത് നല്ലൊരു കിടിലൻ ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി. എൻ്റെ ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു കോണ്ടന്റ് ക്രിയേറ്ററായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. ഒരു ഏറ്റവും വലിയ ഡ്രീം എന്നാന്ന് ചോദിച്ചാൽ എനിക്ക് സ്വന്തമായിട്ടൊരു വീട് പണിയണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ഡ്രീം. ആക്ച്വലി എനിക്ക് സ്വന്തമായിട്ടൊരു വീടില്ല ഗൈസ്. അപ്പം ഇതിപ്പം നമ്മുടെ ഈ വീടെന്ന് പറഞ്ഞാൽ റെൻ്റാണ്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് സ്വന്തമായിട്ടൊരു വീട് പണിയുക, അതിനകത്ത് ഒരു ഫാമിലി ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം, നല്ലൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആയിരിക്കണം, ഫാമിലി വ്ളോഗും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റണം, കുറച്ച് റിയാക്ഷൻ വീഡിയോസും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റണം, കുറേ ഇൻഫ്ലുവൻസേഴ്സിന് നമ്മൾ കാരണം എനിക്ക് നല്ല രീതിയിൽ അവർക്കും കുറേ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഇൻഫ്ലുവൻസറായിട്ട് മുന്നോട്ട് പോകാൻ പറ്റണം എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇൻഫ്ലുവൻസർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെയും കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് എന്താണോ അത് ഞാൻ ചെയ്തു തരാം. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണെന്ന് ഒരു ഇൻഫ്ലുവൻസർ ആണെന്ന് ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റയുടെ ബയോ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഒരു ഇൻഫ്ലുവൻസർ ആണ് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ജസ്റ്റ് നമുക്കൊന്ന് ഡീം ചെയ്താൽ മതി. എന്നെ കൊണ്ട് പറ്റുന്നത് മാക്സിമം ഞാൻ ചെയ്തു തരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോയാലോ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് പൊന്നൂസ് ആണ്. പൊന്നൂസ് ചോദിച്ചിരിക്കുന്നത് എൻ്റെ ഡ്രീം കാർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ പോർഷെ ഒരു ഡ്രീമാണ് ആക്ച്വലി. പക്ഷേ ഞാൻ പോർഷെക്കാളിലൊക്കെ ഒരുപാട് ആഗ്രഹിച്ച് എനിക്ക് എൻ്റെ വീട്ടിലെപ്പോഴും എനിക്ക് കാണണം എന്ന് ആഗ്രഹമുള്ളത് BM 520D എന്ന് പറഞ്ഞൊരു വെഹിക്കിളുണ്ട്. BMൻ്റെ 520D. അതിൽ M5 കോമ്പറ്റീഷൻ M5 ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. പക്ഷേ എനിക്ക് മേടിക്കണം, ഒരു 5 വർഷത്തിനുള്ളിൽ എനിക്ക് മേടിക്കാൻ പറ്റണം എന്നുള്ള ആഗ്രഹമുള്ള ഒരു വണ്ടിയാണ് BMൻ്റെ 520D സീരീസ്. എനിക്കൊരു കാർ എടുക്കണം എന്നൊരു വലിയൊരു ആഗ്രഹമാണ്. BM 520D കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ശാന്ത എന്നാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണ് നെയിം കൊടുത്തത്. ഇപ്പോൾ എല്ലാവരുടെയും നെയിമിനകത്ത് ഭയങ്കര ഇതായിട്ട് കൊടുത്തേക്കാം. അപ്പോൾ ശാന്തയെന്നാണോ സാന്തയെന്നാണോ എനിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ചോദിച്ചേക്കുന്നത് റിലേഷൻ ഉണ്ടോ, കുട്ടിയുടെ പിക്ക് കാണിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കമ്മിറ്റഡ് ആണോ എന്നുള്ള കാര്യം ഗൈസ് ഇപ്പോഴെങ്കിലും അത് റിവീൽ ചെയ്യണം. അപ്പോൾ കുറേ ആൾക്കാർ നമുക്ക് ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടിയുടെ പിക്ക് ഞാൻ കാണിക്കാം ഗൈസ്. നമുക്ക് അങ്ങനെ ഒരു ഇതിൽ നമുക്ക് ടെൻഷൻ അടിക്കുന്ന ആവശ്യമില്ല. കുട്ടിയുടെ പിക്ക് നമ്മളിപ്പോൾ എന്തായാലും കാണിക്കാം. അങ്ങനെ ഒരാളില്ല ഗൈസ്. ഇല്ലാത്തതിന് ഞാൻ എവിടെ നിന്നെടുത്ത് കാണിക്കും? ഇല്ല, നമുക്ക് റിലേഷൻഷിപ്പ് ഇല്ല ഗൈസ്. നമുക്ക് അങ്ങനെ ഒരു പരിപാടി ഇല്ല. അപ്പം ശാന്തയെന്നാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ ചേച്ചിയാണേലും കൊച്ചാണേലും അപ്പം അത് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പം മാളവിക അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അത് ഇൻസ്റ്റയിലോട്ടോ കമൻറ്റ് വന്നിട്ടുള്ളത്. അപ്പം മാളവിക ചോദിച്ചിട്ടുള്ളത് പേരെന്തുവാണ്, സ്ഥലം എവിടെയാണ്, വീട്ടിലാരൊക്കെയുണ്ട്, പഠിക്കുന്നുണ്ടോ, സിംഗിളാണോ എന്നാണ് മാളവിക ചോദിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ സിംഗിളാണ്. വീട്ടിൽ പപ്പ മമ്മി ചേച്ചി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതൊക്കെ തന്നെ. പിന്നെ പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പഠിക്കുന്നില്ല, പഠിത്തമൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു 2-3 വർഷത്തോളമായിട്ടുണ്ട്. കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഇതാണ് ഡ്രീം. ഇങ്ങനെ അങ്ങോട്ട് പോകും. അപ്പോൾ ഗൈസ് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് എനിക്ക് കണ്ടതിനകത്ത്. പിന്നെ കുറേ ആൾക്കാർ കമ്മിറ്റഡ് ആണോ എന്നുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഞങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കമ്മിറ്റഡ് അല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. പിന്നെ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കോമൺ ആയിട്ട്. പിന്നെ കുറേ സിംഗിൾസ് ആണോ എന്ന് ചോദിച്ചു കുറേ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ആരാണ് ആ കമന്റ് ഇട്ടത്? മിസ്റ്റർ കൊണസാലോസ്. അത് ഇവന്റെ ഫേക്ക് അക്കൗണ്ട് ആണ്. അപ്പോൾ സിംഗിൾ അല്ല, സോറി സിംഗിൾ ആണ്. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ. സിംഗിൾ അല്ല എന്നൊക്കെ ദൈവമേ, സിംഗിളാണ്, കമ്മിറ്റഡ് അല്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെണ്ണില്ല. നമുക്കതൊക്കെ വേറെ ഒരു വീഡിയോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അല്ലാതെ നമുക്ക് അങ്ങനത്തെ ടോപ്പിക്കേ വേണ്ട. നമുക്ക് റിലേഷൻഷിപ്പ് ഒന്നുമില്ല. ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോകുന്നു, സന്തോഷമായിട്ട് സമാധാനമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പം ഈ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഗായ്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കുക. നമ്മൾ ഇനി ലോങ് വീഡിയോസ് നമ്മൾ ഉടനെ നമ്മുടെ ചാനലിൽ കിട്ടില്ല ഐറ്റംസ് നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഗൈസ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. ലവ് യു, ബൈ, ടാറ്റാ.